അത് കഴിഞ്ഞപ്പോ മറ്റം വന്നിട്ട് ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ പിടിച്ചു എടുത്ത് കറക്കി എറിഞ്ഞു. ആ വന്നു അവിടെ എല്ലാരും കൂടെ വന്നു കണ്ടടി അങ്ങ് കുഞ്ഞി 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 4 ഇടി. അത് കഴിഞ്ഞ് ഞാനങ്ങ് ഓടിയിട്ട് ലാലുവിന്റെ ഇടത്ത് കൂടെ ചെന്നപ്പോ മുന്നിൽ 3 പേര്. ഉമ്മരോ ഭാഗ്യം ഇന്നലെ നിന്നെ പിടിച്ചില്ലല്ലോ. നീ എന്തിലും എന്ത് പരിപാടിയാണ് കാണിച്ചേ? സോറി സൈമ, എല്ലാ കുരുടി കാരണം. ഞാൻ എത്ര പ്രാവശ്യം സിഗ്നൽ തന്നു വണ്ടി ഒന്നും അങ്ങോട്ട് മാറ്റാൻ. ഇത് നേരത്താണോ പോവാൻ തോന്നിയത്? അടുത്തവണ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് മുതലാളിയോട് പറയാം. എടാ അതിന് ഇനി പണി വേണ്ടേ? മുതലാളിയൊക്കെ ജയിലിൽ അഴി എണ്ണി അങ്ങ് അകത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും ഇന്നലത്തോടെ നമ്മുടെ നൈറ്റ് ക്ലാസ്സിനൊരു തീരുമാനമായി. ഇനി ഞാൻ പണ്ടത്തെ പോലെ കപ്പലിന്റെ കച്ചവടം ചെയ്യേണ്ടി വരും എന്ന് തോന്നണേ സൈമ. അയ്യടാ അവിടെ ഇനി എത്ര കഥ പറയാണ്ട്. സൂപ്പറിനെ അടിച്ചോടിച്ചതിന് ശേഷമുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. ബാക്കി സൂപ്പറിനെ അടിച്ചോടിച്ചപ്പോ അവരെ ഞാനത് അങ്ങനെ പിടിച്ചിട്ട് പണി പോയപ്പോ സമാധാനാണ് നിനക്ക്. പണി പോയോ? അടിക്കല്ലേ, ഒരു ഐഡിയ ഉണ്ട്. ഒരു ഐഡിയ ഉണ്ട്. നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് ആലോചിക്കാം. വേണ്ട ശംഭു 2 സിഗരറ്റ്. കഴിക്കട്ടെ. കിട്ടി കിട്ടി. എന്ത്? ചാവേർ വാവച്ചൻ. 11, 12, 13, 14. ഇത് വാവച്ചൻ, വെറും വാവച്ചനല്ല, ചാവേർ വാവച്ചൻ. ഇതിഹാസ കഥാപാത്രമായ ചാവേർ അന്തോണിയുടെ അരുമ സഹോദരൻ. ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ. ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം നടക്കണം. ഈ സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ ഓമനപ്പേര് അനിയനായ വാവച്ചന് കിട്ടി, ചാവേർ വാവച്ചൻ. ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ വാവച്ചൻ. എന്താ വാവച്ച? ഇത് ലാലു, എന്റെ കൂട്ടുകാരനാ. അതിന് നീ ആരാ? ഞാൻ നെൽസൺ കുരുടി. വന്ന കാര്യം പറ. ഇവന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. പിന്നെ എൻ്റെയും. ഇവിടെ വല്ല ജോലിയും കിട്ടുമോന്നറിയാൻ വേണ്ടി വന്നതാ. പണി തരാൻ ഇതെന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിച്ച? അല്ല, വാവച്ചന് മണൽ കിടത്തുന്ന ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ. ഞങ്ങൾ ക്ലീനായിട്ട് മണൽ കിടത്താം. വാവച്ചനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് CC അടയ്ക്കാത്തവരെ പിടിക്കല പുതിയ പണി. അതിന് നിങ്ങളെപ്പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ. ചെക്കന്മാരോ? ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ആ SI ഒന്ന് കണ്ടാൽ മതി. അപ്പം മനസ്സിലാവും വാവച്ചന് ഞങ്ങളെ. മൂക്കിൽ കൂടെ ശ്വാസം പോലും കിട്ടായ 2ാമത്തെ വാർഡിൽ കിടപ്പുണ്ട്. ഒരു 8 പേര് വന്നാലും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല വാവച്ച. ഏയ് അതൊന്നും ശരിയാവൂലെന്നേ. നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക്. വാവച്ചന് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറേ കാലം വാവച്ചനെ പറ്റിച്ച് നടക്കുന്നൊരു ബ്ലാക്ക് RX-100 ഇല്ലേ, KL11D 850. അതെ അതെ, KL11D 85. അതും പിടിച്ചാണ് ഞങ്ങൾ വന്നത്. വണ്ടി പുറത്ത് കിടപ്പുണ്ട്. താക്കോല്. എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ വാവച്ച ഞങ്ങളത് പിടിച്ചോണ്ട് വന്നേ. അത് ഏതാ വണ്ടി? ഇക്രുവിനെ ഒറ്റിക്കൊടുത്തത് കുരുടിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് ഇക്രു
എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത്. ഓ ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെല്ലാവരും കൂടെ അനുഗ്രഹിക്കണമേ. ആമേൻ. പൂഴിവാരിയും തമ്മിലടിച്ചും നടന്ന ഞങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ വാവച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചു. എന്താണ് തുറക്കുന്നില്ല? ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. അയ്യോ ലാലു വെള്ളമില്ല. പിന്നെ കുരുടി ഒന്നും ആലോചിച്ചില്ല. ചാവേർ വാവച്ചനെ മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിനങ്ങ് ആഞ്ഞടിച്ചു. ഈശ്വരാധീനമെന്ന് പറയാലോ. എൻ്റെ കയ്യിൽ കിട്ടിയ ആ 2 വയറ് തന്നെയായിരുന്നു മുരക്കേണ്ടിയിരുന്നത്. അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി. ഓ എൻ്റെ മക്കളെ, ഓ ഈശ്വരാ. അമ്മേ, അമ്മേ, വരുന്നു ഹരി. നീ വല്ലതും കഴിച്ചോ? ഇല്ലമ്മേ, എനിക്കെന്തെങ്കിലും താ. കൈ കഴുകിയിട്ട് വന്നിരിക്കും. അമ്മയുടെ മുഖം കണ്ടിട്ട് ഇന്നും അച്ഛൻ്റെ ആണ്ടാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. എന്താ അമ്മേ? ഉമ്മറിൻ്റെ ഉമ്മയെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. അവൻ പഠിച്ച് പാസ്സായി ഗൾഫിലേക്ക് പോയി. എന്ന് പോയാലും ശരി, അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് ഉമ്മയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്. നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ജോലിക്ക് ശ്രമിച്ചൂടെ ഹരി? നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട സൈമ. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. എല്ലാം ഉമ്മറ് കാരണം. നമുക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന് അമ്മയോട് പറഞ്ഞാലോ? അല്ലാതെ പിന്നെ എനിക്കൊക്കെ എന്ത് ജോലി കിട്ടാനാ? ബാബു സുനിലേ, പണിയോടെങ്കോ? ഒരു മാവ. ബട്ടറ്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ജോലി എന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി ആ ഫൈനാൻസ് കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ കരാറായി. കണ്ടോ അമ്മേ, അമ്മയുടെ മകന് ശാസ്ത്ര ഫിനാൻസിലെ മാനേജറായി ജോലി കിട്ടി. എങ്ങോട്ടാണ്? വന്ന് വണ്ടി കയറ്, ഒരു ചെറിയ പണിയുണ്ട്. പതിവിന് വിപരീതമായി വാവച്ചൻ വളരെ സീരിയസ് ആയിരുന്നു. അയാളുടെ കണ്ണിലെ തീ എനിക്ക് കാണാമായിരുന്നു. 25 വർഷം, നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം ചാവേർ അന്തോണിയുടെ മരണത്തിന് കാരണക്കാരനായ ആ പടക്കം പൊട്ടിച്ച പയ്യനെ വാവച്ചൻ കണ്ടെത്തിയിരിക്കുന്നു. ഇല്ല. അതെ പെണ്ണുപിള്ളേ, ഈ ഫൽഗുവിന്റെ റൂം ഏതാ? ഏത് ഫൽഗു? ഈ ഇടത്തെ കവളത്ത് കറുത്ത മറുകുള്ള ഫൽഗു. അത്
സർ റൂം നമ്പർ 303. ഓ 303. ഏയ് വിസിറ്റേഴ്സ് അലൗഡ് അല്ല. ഏയ് ഹലോ. ഇപ്പൊ വാവച്ചന്റെ മനസ്സിൽ മറ്റാരുമില്ല. ഇടത്തെ കവളിൽ മറുകുള്ള ആ പടക്കക്കാരൻ പയ്യൻ മാത്രം, ഫൽഗു. ഞങ്ങളെ വിട്ടേച്ച് പോയി. ഫൽഗു പോ പോ. ഛേ. വഴി തെറ്റിയ സിസ്റ്ററെ, ഈ റൂം നമ്പർ 303 ഏതാ? ഇതാണ്. പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞു നടക്കടോ. ഫൽഗു. മറകു. ഓക്കെ. ഓക്സിജനൊക്കെ വലിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണല്ലേ? ഇതെന്തേ കാണിക്കുന്നേ? ഓ എന്തോ? ഇങ്ങാട് പോടി, ഇങ്ങാട്ട് പോടി പോ. മാറടി ഇങ്ങോട്ട്. താൻ എന്താ കാണിക്കുന്നേ? ആ കിടക്കുന്ന ആരെ തനിക്ക് അറിയോ? ഇതിനെ പിടിച്ച് മാറ്റടാ. നിർത്തടി. 12 വർഷത്തെ കളരി കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അവളുടെ അടി. 25 വർഷം നീണ്ടുനിന്ന തീയണിഞ്ഞതിന്റെ സംതൃപ്തി ചാവേർ വാവച്ചന്റെ മുഖത്ത് പ്രകടമായിരുന്നു. വാവച്ചന്റെ ചിരി കണ്ടപ്പോ ഒരു പടക്ക കമ്പനി മൊത്തം കത്തിച്ചു വന്ന പോലെ തോന്നി. പക്ഷേ പണി പാളി. ഞങ്ങളുടെ കണക്കൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ടായിരുന്നു വാവച്ചന്റെ ആ പ്രകടനം. ഉള്ളന്തോടെ ഞാൻ പൊട്ടി. അവന്റെ ഒരു ഓക്സിജനും എന്റെ ചേട്ടനെ നീ മിണ്ടരുത്, കൊന്നുകളയും ഞാൻ. നീ ഊതിക്കെടുത്തില്ലേ വാവച്ചനോട് കളി. ചത്തവൻ എന്തിനാ ആപ്പിള്? ചത്തോ? ആ വടാ. എടാ വികടാ, നീ അധികം ചിരിക്കണ്ട. നീ ഉണ്ടാകുന്നെങ്കിലും വാവച്ചൻ അബദ്ധം പറ്റിയനെ. എന്നാലും ഭാവത്തിന് ആപ്പിളും കടിച്ചോണ്ട് വന്ന സീനെ അത് കിടുവായിട്ടോ. എന്നാലും ലാലുണ്ടായിട്ട് ഇതെങ്ങനെ പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതിന് ലാല് വടിയിട്ട് കിടക്കുമായിരുന്നല്ലോ. ഓ, പറഞ്ഞതുപോലെ നിങ്ങളത് അറിഞ്ഞില്ലല്ലോ അല്ലേ? ലാലും ഉണ്ടല്ലോ. എല്ലാ ദിവസത്തെയും പോലെ ഒരു സാധാരണ ദിവസം മാത്രമായിരുന്നു ഞങ്ങൾക്കത്. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത വന്നത്. വാവച്ചനെ കൊന്നടാ. വിഷ്ണുബുദ്ധന്റെ ആടെ മേത്താണ് അങ്ങനെ പടക്കം പിടിച്ച് കളിച്ച്. ആരേ വിഷ്ണുബുദ്ധൻ? ആരേ വിഷ്ണുബുദ്ധൻ? എടാ വിഷ്ണുബുദ്ധൻ അറിയില്ലെന്നും. എടാ അങ്ങേരുടെ കയ്യെത്താത്ത നാടില്ല. ഇന്ന് പണി കിട്ടും ഉറപ്പാ. നമുക്ക് ഇപ്പൊ തന്നെ എങ്ങോട്ടെങ്കിലും തന്നെയല്ലോ. തന്നെ ഇപ്പൊ തന്നെയോ? എങ്ങോട്ട്? നമുക്കെന്നാ സേതുവിന്റെ വീട്ടിലേക്ക് പോയാലോ? ഈ ചെറിയ കേസ് നമ്മൾ അവിടം വരെ പോകണം. നിനക്കയാൾ അറിയാത്തോണ്ടാ.
നീ വാ ലാലു. ലാലു കേറാ. ഈ ടൈമിലാണ് നിന്റെ ഒരു സ്ലോ മോഷൻ. ഒന്ന് വേഗം വാ. എടാ നമ്മളെല്ലാവരും കൂടി മുങ്ങിയ അവന്മാർ അന്വേഷിച്ച് എൻ്റെ വീട്ടിലെത്തും. അമ്മ അമ്മയെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാം. കറക്റ്റ് 10 മണിയാകുമ്പോൾ നിങ്ങൾ പഴയങ്ങാടി എത്തണം. ഞങ്ങളും കൂടെ എത്തിയാ പോരെ? മിണ്ടാരാ ഗുണ്ടകൾ വന്നേക്കണു പേര് പറയാനായിട്ട്. നമ്മൾ വരുന്ന കാര്യം സേതുവിനെ വിളിച്ച് പറ. ഓക്കെ ലാലു. അമ്മേ അമ്മേ ഇവിടെ കിടക്കുകയാണോ? ഇതുവരെയായിട്ടും റെഡി ആയില്ലേ? പെട്ടെന്ന് എഴുന്നേറ്റേ. പെട്ടെന്ന് റെഡിയാവാനോ? എവിടെ പോവാനാ? അത് നമുക്കൊന്ന് അമ്മാവൻ്റെ വീട് വരെ പോവാം. നോക്കിയാലും അമ്മേൻ്റെ ഒരൊറ്റ സാരി. സത്യം പറഞ്ഞമ്മേ, നമുക്കൊന്ന് പോയി വരാം. ആവൂ, ഇപ്പോഴെങ്കിലും നിനക്ക് ഏട്ടനോടുള്ള ദേഷ്യം തീർന്നല്ലോ. അച്ഛൻ്റെ മരണശേഷം ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ചെറ്റയാണ് എൻ്റെ പൊന്നമ്മാവൻ. ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്ഷമിച്ചേനെ. പക്ഷെ ചിത്രത്തിന്റെ ക്ലൈമാക്സ് എന്നെ കാണിക്കാതിരുന്നത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ജനാർദ്ദനൻ ചേട്ടനാണോ? അതെ. ഓ എന്താ കാര്യം? ലാലു മതി. അല്ല, താനാരാ? ആരിത്? ദേവകിയോ? ഇതേതാ വണ്ടി? ഇത് ഹരിക്ക് ഓഫീസിൽ നിന്ന് കൊടുത്ത വണ്ടിയേട്ടാ. ഇത് പുതിയ വണ്ടിയാ? ഈ പാവ അമ്മാവനെയൊക്കെ ഓർമ്മയുണ്ടോ ഹരി? അയ്യോ, വന്ന കാലിൽ തന്നെ നിൽക്കാതെ കേറി വാ. ഓന്തിനേക്കാൾ പെട്ടെന്ന് നിറം മാറാൻ കഴിയുന്ന ജീവിയാണ് താൻ എന്ന് തെളിയിക്കുകയായിരുന്നു എൻ്റെ അമ്മാവൻ. ലാലു ഇപ്പോ ഏത് ഓഫീസിലാ? ഞാനൊരു ഫൈനാൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ഫൈനാൻസ് കമ്പനി? ശാസ്ത ഫൈനാൻസ് എന്ന് പറയും. ഹരി അവിടുത്തെ മാനേജറായിട്ടാ. അതെ അതെ. സുമതി, പെട്ടെന്ന് ചായ എടുത്തേ. ചായ ഒന്നും വേണ്ട അമ്മേ, എനിക്ക് ഓഫീസിൽ കുറച്ചേറെ പണിയുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങും. ഹേയ്, അത് പറ്റില്ല. ഈ രാത്രി നിങ്ങൾ എങ്ങോട്ടും ഇല്ല. അമ്മ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും അമ്മാവ. നാളെ ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യണം. മാത്രമല്ല പണിക്കാർ നാളെ വീട്ടിലെത്തും. വീടിനിപ്പോ എന്താ പണി? അതൊന്നും കാര്യമായിട്ടില്ല, വീടൊന്നും പുതുക്കി പണിയൊന്നും, അത്രമാത്രം. അതിനിപ്പോ ഒരുപാട് കാശാവില്ലേ? ഒരു മാനേജർ വിചാരിച്ച 10-20 ലക്ഷം മറിക്കാനാണോ ബുദ്ധിമുട്ട്? 20 ലക്ഷോ? എന്നാ ശരി അമ്മാവ, ഞങ്ങൾ ഇറങ്ങാം. അങ്ങനെയൊക്കെ പോയാലോ? നീ ഗീതനെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? അവൾ ഇന്നുകൂടെ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അല്ലേ സുമതി? പിന്നെ മോളെ ഗീതു, മോളെ ഗീതു, എടി മോളെ, മോളെ, ഈ ധാര വന്നിരിക്കണം നോക്കിയേ. നമ്മളെ ലാലുവാണ് മോളെ. അച്ഛൻ ഇപ്പൊ വരാം. ഹോസ്പിറ്റലിൽ നടന്നതുപോലെ എൻ്റെ അമ്മ അറിഞ്ഞ സത്യമായിട്ട് നിന്റെ വീട്ടുകാരെ ഞാൻ കത്തിച്ചാണ്. അറിയാലോ എന്നെ. ശാസ്ത ഫൈനാൻസിൽ നിന്ന് ഒരു 6 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ഈ വീട് കെട്ടാൻ തന്നെയാ. ലാലു മാനേജർ ആയതുകൊണ്ട് കുറച്ച് ഇളവ് കിട്ടിയായിരിക്കും അല്ലേ? ലോൺ അടച്ച് തീർത്തു എന്ന് തന്നെ അങ്ങ് വിചാരിച്ചോ? ഇനി ആ ലോൺ എങ്ങാനും അടച്ചു ഞാൻ അറിഞ്ഞ. അയ്യോ, എന്നെന്താ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിയായിരുന്നു അത്. ഇനി ചേത്ത അതോർത്തോ. ശരി അമ്മ. അമ്മാവാ ടാറ്റ. ഓ, അബു വണ്ടി എടുത്തോ. സൈമൺ, പണി കിട്ടി. റിവേഴ്സ് ഇട്, റിവേഴ്സ് ഇട്, റിവേഴ്സ് ഇട്. ഇത് മറ്റവന്മാരാ. അനിയന്മാർ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയേ. ചേട്ടാ വാവച്ചന് അബദ്ധം പറ്റിയതാ. അതെ, ഞങ്ങളൊന്നും ചെയ്യരുത്. എടാ, അനിയന്മാർക്ക് ഒരു അബദ്ധം പറ്റിയാന്ന്. എന്നാലും അങ്ങ് പൊയ്ക്കോട്ടല്ലേ.
വണ്ടി കയറ്റി വണ്ടി ഈ പന്നികളെ പേടിച്ചാണ് നമ്മുടെ സേതുവിനെ അങ്ങോട്ട് പോകാൻ പോയത്. അവൻ വിഷ്ണുബുദ്ധൻ. എന്താ നിന്റെ പേര്? ലാലു. എൻ്റെ വലം കയ്യാ അവൻ വെട്ടിയെ. അതിന് ഞങ്ങൾ ആ, എനിക്ക് നിങ്ങളുടെ പണി ഇഷ്ടപ്പെട്ടു. അതിനൊരു സ്റ്റൈലുണ്ട്. എൻ്റെ ഒരു ലോഡ് സൂചിക്കോട്ടയിലുണ്ട്. അത് എത്തിക്കേണ്ട അടുത്ത് എത്തിക്കണം. ഭയം എന്നിൽ തന്നെ ഞാൻ മൂടിയപ്പോൾ ബുദ്ധൻ കരുതി കാണും ധീരനാണ് ഞാൻ. അന്ന് ആളറിയാതെ ചെയ്തു പോയട്ടോ. അത് കാര്യമാക്കണ്ട, ഇതെനിക്ക് സാധാരണ കിട്ടുന്നതാ. വീട്ടിലാരൊക്കെയുണ്ട്? വൈഫും പിന്നെ 2 പെൺമക്കളാ. ഫുൾ ടൈം ഇത് തന്നെയാണോ പരിപാടി? ഞാൻ പോലീസിലാ. കാര്യമായിട്ട് പറഞ്ഞതാ, കോൺസ്റ്റബിളാ. പക്ഷെ ഇപ്പൊ സസ്പെൻഷനില്ല. പിന്നെ എന്തിനാ ഈ പണി? കുടുംബം നോക്കണ്ടേ? 2 പെൺമക്കളാ. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാനാ? അല്ലാതെ പിന്നെ. എങ്ങനെയുണ്ട് ഐറ്റം? ഏറ്റവും കൊള്ളാം. രാജീജി, ये बुद्धन का नया लोग है. ഹലോ. ആ ഹലോ. എത്ര വേണമെന്നാ പറഞ്ഞേ? ഇവിടം വരെ എത്തിക്കാനേ പറഞ്ഞുള്ളൂ. ബാക്കി നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന ബുദ്ധൻ സാറ് പറഞ്ഞത്. ये क्या बतिया रहे हैं? यही कि इनकी जिम्मेदारी सिर्फ माल यहाँ लाने की है, बाकी बातें बुद्धन से हमें करनी होगी. अब बेजोश का क्या डिमांड होगा? नमस्कार बुद्धन जी. जी, आपका माल आ गया यहाँ पे, बट रेट के बारे में हमारा कोई डिस्कशन नहीं हुआ. जी, आप बहुत ज़्यादा बोल रहे हैं. ये तो बहुत ज़्यादा है सर. जी, आप सुरभि से बात कर लीजिए 1 मिनट. मैं क्या संभालो यार. ഹലോ. ആ ആ ശരി. 3 പെട്ടിന്ന് വെച്ചാ 3 പെട്ടി. സാറല്ലേ? ഡാഡി വരും, അകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾ ഇവിടെ നിന്നോളാം. ചായ വേണ്ട കേട്ടോ. എന്തുവാടാ? എന്താ പേര്? സിദ്ധു, സിദ്ധാർത്ഥ് ബുദ്ധൻ. മിണ്ടാരിടാ. ലാലു. ആ തോന്നിയാസം കാട്ടാൻ പോയിട്ടല്ലേ? 1 ഇഞ്ച് മേലേക്കായിരുന്നെങ്കിൽ കഥ കഴിഞ്ഞേനെന്ന് ഡോക്ടർ പറഞ്ഞത്. നല്ല വല്ല ജോലിയും ചെയ്ത് ഇനിയെങ്കിലും ജീവിക്കാൻ നോക്കൂടെ? ഞങ്ങളുടെ ജയിലിലെ ഏറ്റവും നല്ല ജോലി ഞങ്ങളുടെതാ. താനൊന്നും നന്നാവില്ല. മറ്റേ പാർട്ടിയായിട്ടല്ലേ കൂട്ട്. സിസ്റ്ററെ, എനിക്ക് നന്നാവണമെന്നുണ്ട്. കുറച്ച് കാശൊക്കെ കൈ വന്നോട്ടെ. വികടൻ ഈ ജോലിയിൽ നിന്ന് മാറിക്കോളാം. ഞങ്ങൾ വന്നു. എന്താ തട്ടിയോടാവനെ? നിന്റെ ദേഹത്ത് തൊട്ടവരാരും ഇന്ന് ഇല്ലാളിയാ. ഒതുങ്ങിക്കെടു ചേട്ടാ. ലാലു, ഇതങ്ങ് പിടി. ഒന്ന് മാറി നിൽക്കും. എക്കത്തിൻ്റെ കുടലും കയറി കാലിലും കെട്ടി കടലിൽ താത്തിട്ടുണ്ട്. അവളെ വിട്ടേക്കാവൂ. ചുമ്മാ. മോനെ ലാലു, നമുക്ക് നിന്റെ വീട് വരെ ഒന്ന് പോകണ്ടേ? ഞാൻ അങ്ങോട്ട് വന്നിട്ട് കുറേ കാലമായില്ലേ? നമുക്കെല്ലാവർക്കും ഒരു ദിവസം അവിടം വരെ പോവാം മാവാ. നീ ടെൻഷൻ അടിക്കേണ്ട സൈമ. ഞാനല്ലേ ഇവിടെ. അമ്മയോട് ഇനി എന്ത് പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. നീ ചുമ്മാ പോയി അമ്മയും കൂട്ടി വാ. ബാക്കി സെറ്റപ്പൊക്കെ അപ്പച്ചൻ നോക്കിക്കോളാം. അപ്പം ലോഡോ? അത് ഞങ്ങൾ ആരെങ്കിലും ചെയ്തോളാം.
നീ പോയി ജോളി അടിച്ചു വാ മച്ചാ.